നമസ്കാരം. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് ബുധനാഴ്ച അതിതീവ്ര മഴ മുന്നറിയിപ്പ്. പാലക്കാട്, മലപ്പുറം, ഇടുക്കി ജില്ലകളിൽ റെഡ് അലർട്ട്. വിദ്യാലയങ്ങൾക്ക് അവധി നൽകി ജില്ലാ കളക്ടർമാർ. മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യത. മണ്ണാർക്കാട് നഗരസഭയിലെ 3-ാം വാർഡ് ചോമേരിയിൽ CPM വ്യാപകമായ കള്ളവോട്ട് ചേർത്തെന്ന പരാതിയുമായി UDF. വാർഡിൽ താമസക്കാരല്ലാത്ത 62 പേരെ വോട്ടർ പട്ടികയിൽ ചേർത്തു. ഇതിൽ 13 പേർക്ക് ഇലക്ഷൻ കമ്മീഷൻ നിർദ്ദേശിക്കുന്ന മതിയായ രേഖകൾ ഇല്ലെന്നും പരാതി. വ്യാപകമായ ക്രമക്കേടാണ് CPM നടത്തിയിരിക്കുന്നതെന്ന് നഗരസഭാ ചെയർമാൻ. ശ്രീകൃഷ്ണപുരം മണ്ണമ്പറ്റയിൽ ക്ഷേത്രക്കുളത്തിൽ യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. 22-കാരനായ ദീപക്കാണ് മരിച്ചത്. ആത്മഹത്യയെന്ന് പ്രാഥമിക നിഗമനം. ചെർപ്പുളശ്ശേരിയിൽ നഗര നവീകരണ പ്രവൃത്തികൾ അവസാന ഘട്ടത്തിൽ. ലൈറ്റുകൾ സ്ഥാപിക്കുന്ന പ്രവൃത്തികൾ പൂർത്തിയായി. ബസ് വെയിറ്റിംഗ് ഷെഡുകളുടെ നിർമ്മാണം കൂടി പൂർത്തിയായാൽ ഉദ്ഘാടനം നടത്തുമെന്ന് P. മമ്മിക്കുട്ടി MLA. മണ്ണാർക്കാട് യൂണിവേഴ്സൽ കോളേജ് കോമ്പൗണ്ടിൽ നിന്നും വീടുകളിലേക്ക് വെള്ളം ഒഴുകിയെത്തുന്ന സംഭവം. 7 ദിവസത്തിനകം നടപടി ഉണ്ടായില്ലെങ്കിൽ കോളേജിനെതിരെ പ്രോസിക്യൂഷൻ നടപടികൾ ആരംഭിക്കാൻ കൗൺസിൽ തീരുമാനം. ബസ് സ്റ്റാൻഡിലെ അപകടാവസ്ഥയിലായ കെട്ടിടം പൊളിച്ചു നീക്കാനും തീരുമാനിച്ചു. വിശദമായ വാർത്തകൾ നോക്കാം. സംസ്ഥാനത്ത് മഴ കനക്കുകയാണ്. ബുധനാഴ്ച അതിതീവ്ര മഴ മുന്നറിയിപ്പാണ് നൽകിയിട്ടുള്ളത്. പാലക്കാട്, മലപ്പുറം, ഇടുക്കി ജില്ലകളിൽ ബുധനാഴ്ച റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. മറ്റു ജില്ലകളിൽ യെല്ലോ അലർട്ടുമുണ്ട്. ഇടിമിന്നലോടും ശക്തമായ കാറ്റോടും കൂടിയ മഴയ്ക്ക് സാധ്യതയെന്നാണ് മുന്നറിയിപ്പ്. റെഡ് അലർട്ടിന്റെ പശ്ചാത്തലത്തിൽ പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ജില്ലാ കളക്ടർമാർ അവധി പ്രഖ്യാപിച്ചു. അങ്കണവാടികൾ, മദ്രസകൾ, ട്യൂഷൻ സെന്ററുകൾ എന്നിവയ്ക്കും അവധി ബാധകമാണ്. മണ്ണാർക്കാട് നഗരസഭയിലെ 3-ാം വാർഡായ ചോമേരിയിൽ CPM വ്യാപകമായി കള്ളവോട്ട് ചേർത്തെന്ന പരാതിയുമായി UDF. വാർഡിൽ താമസക്കാരല്ലാത്ത 62 പേരെയാണ് അനധികൃതമായി ചേർത്തിട്ടുള്ളത്. ഇലക്ഷൻ കമ്മീഷൻ നിർദ്ദേശിക്കുന്ന ഒരു രേഖകളും ഇല്ലാതെ 13 പേരെയും ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നും രേഖകളിൽ വ്യക്തമാണ്. ചോമേരി വാർഡിൽ സ്ഥിരതാമസക്കാരല്ലാത്ത 62 പേർ വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. വർഷങ്ങൾക്ക് മുൻപ് വിവാഹം ചെയ്തു പോയവർ, സ്ഥലം മാറിപ്പോയവർ, പട്ടികയിൽ നിലവിൽ പേരുണ്ടായിരിക്കെ വീണ്ടും ചേർക്കൽ തുടങ്ങി വിവിധ തരത്തിലാണ് വോട്ടുകൾ ചേർത്തിരിക്കുന്നത്. ആൾതാമസമില്ലാത്ത പഴയൊരു വീടിന്റെ വീട്ടു നമ്പറിൽ മാത്രം 15 പേരെയാണ് ചേർത്തത്. ചിറ്റൂർ തത്തമംഗലം നഗരസഭയിലും ചിറ്റൂർ നിയമസഭാ മണ്ഡലത്തിലും ആലത്തോട് പാർലമെന്റ് മണ്ഡലത്തിലും വോട്ടുള്ള യുവതിയും 3-ാം വാർഡ് പട്ടികയിൽ ഉണ്ട്. ഇവർ വർഷങ്ങൾക്ക് മുൻപ് വിവാഹം കഴിഞ്ഞ് തത്തമംഗലത്തേക്ക് പോയവരാണ്. വിവേക് എന്നയാൾക്ക് 864 എന്ന പഴയ സീരിയൽ നമ്പറിലും 223 എന്ന നമ്പറിൽ മറ്റൊരു വോട്ടും ഉണ്ട്. വർഷങ്ങളായി തെങ്കര പഞ്ചായത്തിൽ താമസിക്കുന്ന കുടുംബത്തിലെ 3 പേർക്കും ചോമേരിയിലാണ് വോട്ട്. കുമരമ്പത്തൂർ പഞ്ചായത്തിലെ അക്കിപ്പാടം വാർഡിൽ താമസിക്കുന്ന കുടുംബത്തിന് അക്കിപ്പാടം വാർഡിലെ വോട്ടിനു പുറമെ ചോമേരിയിലും വോട്ടുണ്ട്. 1-ാം വാർഡിൽ വോട്ടുള്ള 8-അംഗ കുടുംബത്തെയും ചോമേരി വാർഡിൽ ചേർത്തു. ഒരു അഭിഭാഷകന്റെ വീട്ടു നമ്പറിൽ അവരറിയാതെ ഒരു കുടുംബത്തെയും ചേർത്തിട്ടുണ്ട്. ഇവർ മറ്റൊരു വാർഡിൽ വാടകയ്ക്ക് താമസിക്കുന്നവരാണ്. ചോമേരിയിൽ താമസക്കാരില്ലാത്തവരും മറ്റു പഞ്ചായത്തുകളിലെ നഗരസഭകളിലും മണ്ണാർക്കാട് നഗരസഭയിലെ തന്നെ മറ്റു വാർഡുകളിലെ വോട്ടുള്ളവരുമായി 62 പേരാണ് ചോമേരിയിലെ പട്ടികയിൽ ഇടം പിടിച്ചിരിക്കുന്നത്. ഇതിനെല്ലാം പുറമെയാണ് മതിയായ രേഖകളില്ലാതെ 13 പേരെ ചേർത്തിരിക്കുന്നത്. വോട്ടർ പട്ടികയിൽ ചേർക്കാൻ ആധാർ, വോട്ടർ ID, പാസ്പോർട്ട്, റേഷൻ കാർഡ് എന്നിവയിൽ ഏതെങ്കിലുമോ റെസിഡൻസ് സർട്ടിഫിക്കറ്റോ വേണമെന്നാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശിക്കുന്നത്. ഈ പറയുന്ന രേഖകളില്ലാതെയും വോട്ട് ചേർത്തിട്ടുണ്ട്. 3-ാം വാർഡിൽ വ്യാപകമായ ക്രമക്കേടാണ് CPM നടത്തിയതെന്ന് നഗരസഭാ അധ്യക്ഷൻ C. മുഹമ്മദ് ബഷീർ പറഞ്ഞു. മുനിസിപ്പാലിറ്റിയിലെ 3-ാം വാർഡിൽ വ്യാപകമായിട്ട് വോട്ടർ പട്ടികയിൽ അവിടെ താമസക്കാരല്ലാത്ത ആളുകൾ അനധികൃതമായിട്ട് വോട്ട് കയറ്റിയിട്ടുണ്ട്. അതിനെതിരെ ശക്തമായ അന്വേഷണം നടത്തണം. നമ്മൾ ഇലക്ഷൻ കമ്മീഷന് ഇവിടെ സെക്രട്ടറിയാണ് ഇവിടുത്തെ ഇലക്ഷൻ ഓഫീസർ, അദ്ദേഹത്തിന് പരാതി കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ജില്ലാ ഇലക്ഷൻ ഓഫീസർക്കും സംസ്ഥാന ഇലക്ഷൻ കമ്മീഷനും പരാതി കൊടുക്കാൻ നിൽക്കുകയാണ്. വ്യാപകമായിട്ട് അനധികൃതമായി ഇവിടെ താമസക്കാരല്ലാത്ത ആളുകളെ മറ്റുള്ള വീട്ട് നമ്പർ വെച്ചുകൊണ്ട് ആ നമ്പർ ആളുകളെ ഇവിടെ വോട്ടർ പട്ടികയിൽ കയറ്റിയതാണ് ഞങ്ങൾ ആരോപിക്കുന്നത്. അത് മണ്ണാർക്കാട് നഗരസഭയിലെ 3-ാം വാർഡ് ചോമേരിയിൽ ആണ് മാർക്സിസ്റ്റ് പാർട്ടി ഇത് ചെയ്തിട്ടുള്ളത്. ബാക്കിയുള്ള ഭാഗങ്ങളിൽ ഞങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് പത്രക്കാർക്ക് വിളിച്ചു തരാം. പരാതികൾ നിങ്ങൾ ബോധിപ്പിച്ചിട്ടുണ്ട് പല ഭാഗങ്ങളിൽ. പരാതികൾ സൂക്ഷ്മമായി പരിശോധിച്ച് അനധികൃതമായി ചേർത്തവരെ ഒഴിവാക്കുമെന്നും കൃത്രിമം നടത്തിയവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും നഗരസഭാ സെക്രട്ടറി M. സതീഷ് കുമാർ പറഞ്ഞു. ഒഴിവാക്കേണ്ടവരുടെ ഹിയറിംഗ് നടന്നുവരികയാണെന്നും അദ്ദേഹം അറിയിച്ചു. ശ്രീകൃഷ്ണപുരം മണ്ണമ്പറ്റ പച്ചായിൽ അമ്പലക്കുളത്തിൽ യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി.
മണ്ണമ്പറ്റ ഇല്ലിക്കോട്ടിൽ ദീപക്കാണ് മരിച്ചത്. 22 വയസ്സായിരുന്നു. ശ്രീകൃഷ്ണപുരം പഞ്ചായത്ത് ആശാവർക്കർ ദീപയുടെയും പരേതനായ രാമദാസിൻ്റെയും മകനാണ് മരിച്ച ദീപക്. രാത്രി 12:30 മണിവരെ ദീപക് വീട്ടിലുണ്ടായിരുന്നതായി ബന്ധുക്കൾ പറഞ്ഞു. പുലർച്ചെ ആളെ കാണാതായതിനെ തുടർന്ന് ശ്രീകൃഷ്ണപുരം പോലീസിൽ പരാതി നൽകുകയും തുടർന്ന് നാട്ടുകാർ തിരച്ചിൽ ആരംഭിക്കുകയും ചെയ്തു. പച്ചായി അമ്പലക്കുളത്തിൽ കുളിക്കടവിൽ ദീപകിൻ്റെ ചെരുപ്പും ഫോണും ടീഷർട്ടും കണ്ടതിനെ തുടർന്ന് ഫയർഫോഴ്സിനെ വിവരമറിയിക്കുകയും ഫയർഫോഴ്സ് എത്തി നടത്തിയ തിരച്ചിലിൽ മൃതദേഹം കണ്ടെത്തുകയുമായിരുന്നു. ആത്മഹത്യയാണെന്നാണ് പ്രാഥമിക നിഗമനം. ദീപ്തി സഹോദരിയാണ്. ചെർപ്പുളശ്ശേരിയിൽ നഗര നവീകരണ പ്രവൃത്തികൾ അവസാന ഘട്ടത്തിൽ. സ്ട്രീറ്റ് ലൈറ്റുകൾ സ്ഥാപിക്കുന്ന പ്രവൃത്തികൾ കഴിഞ്ഞ ദിവസം പൂർത്തിയായി. നഗരത്തിൽ 4 ബസ് വെയിറ്റിംഗ് ഷെഡുകളുടെ നിർമ്മാണമാണ് ഇനി പൂർത്തിയാവാനുള്ളത്. 1 മാസം കൊണ്ട് ഇതുകൂടി പൂർത്തീകരിച്ച് ഉദ്ഘാടനം നടത്താനാണ് ആലോചനയെന്ന് പി മമ്മിക്കുട്ടി MLA അറിയിച്ചു. ചെർപ്പുളശ്ശേരി ഇപ്പോൾ പഴയ ചെർപ്പുളശ്ശേരി അല്ല കേട്ടോ. നഗര നവീകരണ പ്രവർത്തനങ്ങൾ അവസാന ഘട്ടത്തിലെത്തി നിൽക്കുമ്പോൾ മുഖം മിനുക്കിയിരിക്കുകയാണ് പട്ടണം. കിഫ്ബിയിൽ നിന്ന് 39 കോടി രൂപ ചിലവിട്ട് നടത്തിയ പ്രവർത്തനങ്ങളിലൂടെ അക്ഷരാർത്ഥത്തിൽ നഗരം ആകെ മാറിയെന്ന് തന്നെ പറയാം. ഇത് ചെർപ്പുളശ്ശേരി തന്നെയാണോ? കുറച്ചു കാലം മുമ്പ് ഇവിടെ വന്നു പോയവർ ഒന്ന് സംശയിച്ചു പോയാൽ കുറ്റം പറയാനാകില്ല. നഗര നവീകരണത്തോടെ ചെർപ്പുളശ്ശേരിക്കുണ്ടായ മാറ്റം അതിശയിപ്പിക്കുന്നതാണ്. നെല്ലായി മുതൽ കച്ചേരിക്കുന്ന് വരെ 4 കിലോമീറ്റർ ഭാഗമാണ് അത്യാധുനിക രീതിയിൽ നവീകരിച്ചിരിക്കുന്നത്. 2023 ഓഗസ്റ്റിൽ നെല്ലായിൽ നിന്ന് ആരംഭിച്ച നവീകരണ പ്രവൃത്തികൾ 2025 ഒക്ടോബർ അവസാനമായപ്പോൾ 95% പ്രവൃത്തികൾ പൂർത്തിയാക്കി അവസാന ഘട്ടത്തിലാണ്. ആകെയുള്ള 4 കിലോമീറ്റർ ദൂരത്തിൽ അയ്യപ്പൻകാവ് പരിസരം മുതൽ ഒറ്റപ്പാലം റോഡ് ജംഗ്ഷൻ കഴിഞ്ഞുള്ള 1.2 കിലോമീറ്റർ ദൂരം BMBC നിലവാരത്തിൽ 17 മീറ്റർ വീതിയുള്ള 4 വരിപ്പാതയും 2.8 കിലോമീറ്റർ ദൂരം 2 വരിപ്പാതയുമാണ് റോഡ് നവീകരണം പൂർത്തിയാക്കിയിട്ടുള്ളത്. റോഡിന്റെ ഇരുവശവും ഡ്രെയിനേജുകളും 1.2 കിലോമീറ്റർ ദൂരത്തിൽ കട്ട വിരിച്ച് മനോഹരമാക്കിയ നടപ്പാതയും ടൗണിൽ 1 കിലോമീറ്റർ ദൂരത്തിൽ കൈവരികളും 33 ഇടങ്ങളിൽ സ്ട്രീറ്റ് ലൈറ്റുകളും സ്ഥാപിച്ചിട്ടുണ്ട്. ഇതിൽ 18 ഇടങ്ങളിൽ ഇരുവശങ്ങളിലേക്കും പ്രകാശിക്കുന്ന സ്ട്രീറ്റ് ലൈറ്റുകളും ബാക്കിയിടങ്ങളിൽ ഒരു വശത്തേക്ക് മാത്രം പ്രകാശിക്കുന്ന ലൈറ്റുകളുമാണ് സ്ഥാപിച്ചിരിക്കുന്നത്. കൂടാതെ സൈൻ ബോർഡുകളും റോഡ് മാർക്കിംഗ് പ്രവൃത്തികളും റോഡിന്റെ വശങ്ങളിലെ ഇന്റർലോക്ക് പ്രവൃത്തികളും പൂർത്തിയാക്കിയിട്ടുണ്ട്. ടൗണിലെ കയ്യേറ്റങ്ങൾ പൂർണ്ണമായും ഒഴിപ്പിച്ച് പരമാവധി സ്ഥലം വിനിയോഗിച്ചാണ് നഗര നവീകരണം പൂർത്തിയാക്കുന്നത്. ടൗണിൽ 4 ഇടങ്ങളിൽ ആരംഭിച്ച ബസ് വെയിറ്റിംഗ് ഷെഡുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കൂടി പൂർത്തിയാകുന്നതോടെ നഗര നവീകരണം പൂർത്തിയാവും. നഗര നവീകരണ പ്രവർത്തനങ്ങൾക്കൊപ്പം നഗരസഭയുടെ മാലിന്യമുക്ത നവകേരള പദ്ധതിയുടെ ഭാഗമായി ടൗണിൽ വേസ്റ്റ് ബിന്നുകളും നിരീക്ഷണ ക്യാമറകളും കൂടി വന്നതോടെ അത്യാധുനിക നഗരമായി ചെർപ്പുളശ്ശേരി മാറിക്കഴിഞ്ഞു. അവസാനഘട്ട മിനുക്കുപണികൾ കൂടി പൂർത്തിയാക്കി 1 മാസത്തിനകം ടൗൺ നവീകരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കാനാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ചെർപ്പുളശ്ശേരി നിവാസികളുടെ പഴയ വെള്ളവനാട് താലൂക്കിന്റെ ഭാഗം എന്ന നിലക്ക് ഒരുപാട് കാലത്തെ ചെർപ്പുളശ്ശേരി അനുദിനം ഇങ്ങനെ വികസിച്ചു വന്നല്ല പട്ടണം തിരക്കേറിയ പട്ടണമായി മാറുക ചെയ്തു. അതിനനുസരിച്ചുകൊണ്ട് നിലവിലുള്ള റോഡ് സൗകര്യമില്ലാതെ ആകെ ഒരു ശ്വാസം മുട്ടുന്ന രീതിയിലാണ് യാത്രക്കാരും കച്ചവടക്കാരും വരുന്നവരും ഒക്കെ അനുഭവിച്ചിരുന്നത്. അതുകൊണ്ട് ഈ റോഡൊന്ന് വീതി കൂട്ടി ഒരു വീതി വിസ്താരത്തോടു കൂടി ഒന്ന് സഞ്ചരിക്കാൻ യാത്ര ചെയ്യാൻ, അതുപോലെ തന്നെ ചെർപ്പുളശ്ശേരി അങ്ങാടിയിലൊന്ന് പോകാൻ ഒരു സൗകര്യം വേണമെന്ന് ആഗ്രഹിച്ച് കാത്തിരുന്ന ജനങ്ങൾക്ക് ആ കാത്തിരിപ്പിന് ഇവിടെ വിരാമമുണ്ടാണ്. അങ്ങനെയുള്ള ജനങ്ങളുടെ ഒരു ആഗ്രഹവും അഭിപ്രായം അനുസരിച്ചുകൊണ്ട് അതിനൊരു രൂപം നൽകി ഒരു പദ്ധതിയായി പ്രാവർത്തികമാക്കി അത് നടപ്പിലാക്കാൻ വേണ്ടി ജനങ്ങളുടെ ഒപ്പം നിന്ന് സഹായിക്കാൻ കഴിഞ്ഞു എന്നതിലുള്ള ചാരിതാർത്ഥ്യം എനിക്കുണ്ട്. മാത്രമല്ല ഈ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചെർപ്പുളശ്ശേരി മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്ത് നിന്ന് നല്ല നിലവിലുള്ള പിന്തുണയും സഹായവും സഹകരണം ഉണ്ടായിട്ടുണ്ട്. ചെർപ്പുളശ്ശേരി അങ്ങാടിയിലെ വ്യാപാരികൾ, വ്യവസായികൾ, കച്ചവടക്കാർ, എല്ലാ വിഭാഗം ആളുകളും ഈ പദ്ധതി എത്രയും വേഗം തടസ്സം കൂടാതെ നടപ്പിലാക്കി കിട്ടണമെന്ന ആഗ്രഹം ജനങ്ങൾക്ക് നന്നായിട്ടുണ്ടായിരുന്നു. ചെർപ്പുളശ്ശേരിക്കാർക്ക് നന്നായിട്ടുണ്ടായിരുന്നു. മുനിസിപ്പാലിറ്റിക്ക് നന്നായിട്ടുണ്ടായിരുന്നു. ആ ആഗ്രഹത്തിന് കൂട്ടായ ഒരു പരിശ്രമം ഞങ്ങൾക്ക് നടത്താൻ കഴിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് പാലക്കാട് ജില്ലയിൽ തന്നെ ടൗൺ നവീകരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എണ്ണപ്പെട്ട രീതിയിൽ എടുത്തു കാണിക്കാൻ കഴിയുന്ന ഒരു വികസന പ്രവർത്തനം ഇവിടെ സാധ്യമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന ഒരു അഭിപ്രായം ഞാൻ പങ്കുവെക്കുകയാണ്. മാത്രമല്ല ബഹുമാന്യനായ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ട്
ആ റോഡ് ജനങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കപ്പെടണം എന്നാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അതിനുവേണ്ടി PWD മിനിസ്റ്ററുടെ തീയതിയും സമയവും നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് അറിയിക്കാനുള്ളത്. വാർത്താമാധ്യമത്തിൻ്റെയും അതുപോലെ തന്നെ പത്രമാധ്യമങ്ങളുടെയൊക്കെ തന്നെ നല്ല പിന്തുണയും സഹായവും ഒക്കെ ഞങ്ങൾക്കുണ്ടായിട്ടുണ്ട്. നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയതോടെ ജില്ലയിലെ തന്നെ ഏറ്റവും മനോഹരമായ നഗരങ്ങളിലൊന്നായി ചെർപ്പളശ്ശേരി മാറിയെന്നതിൽ സംശയമില്ല. സാമൂഹിക സാംസ്കാരിക കലാകായിക മേഖലകളിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ചെർപ്പളശ്ശേരി അടിസ്ഥാന സൗകര്യ വികസനത്തിലും വലിയ കുതിപ്പ് നടത്തിയിരിക്കുകയാണ്. ഇത് ചെർപ്പളശ്ശേരിയുടെ പുതിയ മുഖം. മണ്ണാർക്കാട് യൂണിവേഴ്സൽ കോളേജ് കോമ്പൗണ്ടിൽ നിന്നും വെള്ളം ഒഴുക്കിവിടുന്ന ചാൽ അടയ്ക്കാൻ 7 ദിവസത്തിനകം തയ്യാറായില്ലെങ്കിൽ കോളേജ് അധികൃതർക്കെതിരെ പ്രോസിക്യൂഷൻ നടപടികൾ സ്വീകരിക്കാൻ കൗൺസിൽ യോഗം തീരുമാനിച്ചു. നിരവധി തവണ നോട്ടീസ് നൽകിയെങ്കിലും നടപടി സ്വീകരിക്കാത്ത സാഹചര്യത്തിലാണ് തീരുമാനം. കോളേജ് കോമ്പൗണ്ടിന് താഴ്ഭാഗത്തെ വീടുകളിലേക്കാണ് കോളേജിൽ നിന്ന് വരുന്ന വെള്ളം ഒഴുകിയെത്തുന്നത്. ഇതിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് കോളേജിന് നിരവധി തവണ നോട്ടീസ് നൽകിയെങ്കിലും നടപടിയുണ്ടായില്ലെന്ന് സെക്രട്ടറി M. സതീഷ് കുമാർ പറഞ്ഞു. മുകളിൽ നിന്ന് സ്വാഭാവികമായി വെള്ളം ഒഴുകി വരുന്നതിന് കുഴപ്പമില്ല. എന്നാൽ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വെള്ളം ചാൽ തീർത്ത് വീടുകൾക്ക് സമീപത്താണ് ചാടിക്കുന്നത്. ഇത് അനുവദിക്കാനാവില്ലെന്ന് സെക്രട്ടറി കൗൺസിലിനെ അറിയിച്ചു. അപ്പോൾ അവിടെ നമ്മൾ ഇന്നാള് പോയി നോക്കിയപ്പം ഈ ചാല് നികത്തിയായിട്ട് കാണുന്നില്ല. നമ്മൾ കൊടുത്ത നോട്ടീസ് അങ്ങനെയായിരുന്നു. സ്വാഭാവികമായിട്ട് നീരൊഴുകി പോവാം, അത് ചാല് കയറി പുറത്തേക്ക് വിടാൻ പാടില്ല. അപ്പോൾ ആ നോട്ടീസ് ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് 7 ദിവസം നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. ആ ദിവസത്തിനുള്ളിൽ ചാല് നികത്തിയില്ലെങ്കിൽ കേസ് ഫയൽ ചെയ്യാനാണ്. മണ്ണാർക്കാട് ബസ് സ്റ്റാൻഡിലെ പഴുക്കിത്തിരവിച്ച അപകടാവസ്ഥയിലായ കെട്ടിടം പൊളിച്ചു നീക്കാൻ ഹൈക്കോടതി അനുമതി നൽകിയ സാഹചര്യത്തിൽ കെട്ടിടം പൊളിക്കാൻ കൗൺസിൽ യോഗം തീരുമാനിച്ചു. ഇതിന് അംഗീകൃത കരാറുകാരനിൽ നിന്ന് കൊട്ടേഷൻ ക്ഷണിക്കാനും തീരുമാനമായി. കെട്ടിടം പൊളിക്കണമെന്ന് നഗരസഭാ കൗൺസിലർ സമീർ വളക്കാടൻ നിരന്തരം കൗൺസിൽ യോഗത്തിൽ ആവശ്യപ്പെട്ടിരുന്നു. നഗരസഭയിലെ വഴിയോര വിശ്രമ കേന്ദ്രങ്ങൾ ഭിന്നശേഷി സൗഹൃദമാകുന്നതിന് നടപടി സ്വീകരിക്കാൻ തീരുമാനിച്ചു. മണ്ണാർക്കാട് നഗരസഭാ പരിധിയിലെ വിവിധ ആശുപത്രികളിലേക്ക് പോകാൻ ബസ് സ്റ്റാൻഡിൽ എത്തുന്നവർക്ക് സൗജന്യമായി യാത്ര ചെയ്യുന്നതിന് ഇലക്ട്രിക് വാഹനം വാങ്ങാൻ കൗൺസിൽ യോഗം തീരുമാനിച്ചു. വാഹനം ഓടിക്കാൻ കുടുംബശ്രീ അംഗത്തെ നിയോഗിക്കാൻ തീരുമാനിച്ചതായി നഗരസഭാ അധ്യക്ഷൻ C. മുഹമ്മദ് ബഷീർ അറിയിച്ചു. നമ്മൾ കൊടുക്കേണ്ടി വരും പ്രൈവർക്ക്. ഒപ്പം അത് പാവപ്പെട്ട ആളുകൾക്കായാലും ആർക്കായാലും ഒരു രോഗിയെ ബസ് സ്റ്റാൻഡിൽ വരുന്ന ആളുകൾക്ക് ഗവൺമെന്റ് ഹോസ്പിറ്റലായാലും മറ്റുള്ള ഹോസ്പിറ്റലായാലും ഈ ഒരു നഗരപരിധിയിൽ ടൗൺ വിട്ടു പോകില്ല. ആ ഒരു സേവനമാണ് അതിന് ഉദ്ദേശിച്ചത്. പിന്നെ ബാക്കിയുള്ള സേവനം ഇതിൽ കൂട്ടണമെങ്കിൽ അതാത് സമയത്ത് നമുക്ക് ആലോചിച്ച് ചെയ്യാവുന്നതാണ് അല്ലേ? അല്ല ഒരു 2 എണ്ണെങ്കിലും വാങ്ങാം. അതെ, 2 എണ്ണെങ്കിലും ആദ്യം വാങ്ങാം. പിന്നെ അത് വിജയിക്കുകയാണെങ്കിൽ അതില് ഒരു ചെയ്യാൻ പറയണില്ല, അതിലൊരു വേറൊരു വശം അതിൻ്റെ ഉണ്ട്. അതാണ് അതിൻ്റെ ഒരു വിഷയം. എന്തായാലും നമുക്കത് ജനങ്ങൾക്ക് ഒരു സേവനം രോഗികൾക്ക് ആദ്യം ചെയ്യാം. ഒന്ന് വാങ്ങിയാലും മതി. എന്തായാലും നമുക്ക് ആ ഒരു പ്രൊജക്ട് ജനങ്ങളെ മുമ്പിൽ വെക്കാം. ഫ്രീ ആയിട്ട്, ഫ്രീ സർവീസ്, ഇലക്ട്രിക് ആണ് സംഭവം. ജില്ലാ പഞ്ചായത്ത് തെങ്കര ഡിവിഷനിൽ വികസന വസന്തത്തിന് തുടക്കം കുറിച്ചതായി ജില്ലാ പഞ്ചായത്ത് അംഗം ഗഫൂർ കൊൽക്കളത്തിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 4.25 കോടി രൂപയുടെ വിവിധ വികസന പ്രവൃത്തികൾ കൂടി നടപ്പിലാക്കുമെന്നും ഗഫൂർ കൊൽക്കളത്തിൽ പറഞ്ഞു. വിദ്യാഭ്യാസം, കായികം, വിനോദം, അടിസ്ഥാന വികസനം, ശുദ്ധജലം, ആരോഗ്യം എന്നീ മേഖലയിലും പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ വികസനത്തിനുമാണ് കഴിഞ്ഞ 5 വർഷക്കാലം പരിഗണന നൽകിയത്. ഒട്ടുമിക്ക പദ്ധതികളുടെയും പ്രവൃത്തികൾ നടത്തുന്നതിനാവശ്യമായ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചു. ഭരണാനുമതിയും ആസൂത്രണ സമിതിയും അംഗീകാരം ലഭിച്ച മറ്റു പദ്ധതികളുടെ സാങ്കേതിക നടപടികൾ ഉടൻ പൂർത്തിയാകും. മാർച്ച് മാസത്തോടെ മുഴുവൻ പദ്ധതികളും പൂർത്തിയാക്കും. ഡിവിഷനിൽ നടപ്പാക്കിയ സമഗ്ര സമ്പൂർണ്ണ സാമൂഹ്യക്ഷേമ പദ്ധതിയുടെ ഭാഗമായി നിരവധി പ്രവർത്തനങ്ങൾ നടപ്പാക്കി. 400ഓളം വനിതകൾക്ക് സ്വയം തൊഴിൽ പരിശീലനം നൽകി. തൊഴിൽമേള, ഫുട്ബോൾ പരിശീലനം, വിശിഷ്ട സേവനങ്ങൾക്ക് പ്രത്യേക പുരസ്കാരങ്ങൾ തുടങ്ങിയ പദ്ധതികൾ സമഗ്രയുടെ നേതൃത്വത്തിൽ നടപ്പാക്കി. 25 ലക്ഷം രൂപ ചെലവിൽ കുരുത്തിച്ചാലിൽ ടൂറിസം വികസന പദ്ധതി, 10 ലക്ഷം രൂപ ചെലവിൽ കുമരമ്പത്തൂരിൽ ഓപ്പൺ ജിം നിർമ്മാണം, ചങ്ങലേരി വെണ്ടാംകുറിശ്ശിയിൽ വനിതാ ജിംനേഷ്യം, പള്ളിക്കുന്ന് മിനി സ്റ്റേഡിയത്തിൽ ഫ്ലഡ് ലൈറ്റ് സ്ഥാപിക്കൽ, വാക്കരക്കുളം നവീകരണം, ചങ്ങലേരി പഞ്ചായത്ത് സ്റ്റേഡിയത്തിൽ വിശ്രമകേന്ദ്ര നിർമ്മാണം എന്നിങ്ങനെ നിരവധി പദ്ധതികൾ തന്റെ ഭരണകാലത്ത് പൂർത്തിയാക്കിയതായി ഗഫൂർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പാലക്കാട് റവന്യൂ ജില്ലാ സ്കൂൾ ശാസ്ത്രോത്സവത്തിന് ബുധനാഴ്ച പട്ടാമ്പിയിൽ തുടക്കമാകും. മേളയുടെ ഒരുക്കങ്ങൾ മുഹമ്മദ് മൂസിൻ MLA യുടെ നേതൃത്വത്തിൽ വിലയിരുത്തി.
ബുധനാഴ്ച മുതൽ 3 ദിവസങ്ങളിലായി പട്ടാമ്പിയിൽ നടക്കുന്ന പാലക്കാട് ജില്ലാ സ്കൂൾ ശാസ്ത്രോത്സവത്തിന്റെ ഒരുക്കങ്ങൾ വിലയിരുത്താൻ സ്കൂളിൽ അവസാനഘട്ട യോഗം ചേർന്നു. മുഹമ്മദ് മുഹസിൻ MLA അധ്യക്ഷതയിലായിരുന്നു യോഗം. ശാസ്ത്രോത്സവത്തിന്റെ നടത്തിപ്പിനായി വിവിധ സബ് കമ്മിറ്റികളെ ഉൾപ്പെടുത്തിയായിരുന്നു അവലോകനം ചേർന്നത്. ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നും എത്തുന്ന വിദ്യാർത്ഥികൾക്ക് ഏർപ്പെടുത്തിയ സൗകര്യങ്ങൾ യോഗം വിലയിരുത്തി. ഭക്ഷണം, അടിസ്ഥാന സൗകര്യം, രജിസ്ട്രേഷൻ, വിദ്യാർത്ഥികളുടെ പ്രദർശനത്തിന് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കൽ എന്നിവ യോഗം ചർച്ച ചെയ്തു. ജില്ലാതലത്തിൽ നമ്മുടെ പട്ടാമ്പി സ്കൂളിൽ വെച്ച് നടക്കുമ്പോൾ വലിയ രീതിയിലുള്ള മുന്നൊരുക്കങ്ങളാണ് നിങ്ങൾ ഓരോരുത്തരും വിവിധ കമ്മിറ്റികളിലായിട്ട് നടത്തിയിട്ടുള്ളത്. നമുക്കറിയാം, ഭാവിയുടെ വാഗ്ദാനങ്ങളായിട്ടുള്ള ഇനി ചിലപ്പോൾ നമ്മൾ കാണാൻ പോകുന്ന വലിയ ശാസ്ത്രജ്ഞന്മാരൊക്കെ ആയി മാറാൻ സാധ്യതയുള്ള കുരുന്നുകൾക്കുള്ള വലിയൊരു അവസരമാണ് സ്കൂളുകളിലെ ശാസ്ത്രമേള എന്ന് പറയുന്നത്. അതിൻ്റെ ഭാഗമായി പ്രവൃത്തി പരിചയമേളയും അതുപോലെ മാത്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും IT-യുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും എല്ലാം ഇതിൻ്റെ ഭാഗമായി നടക്കുന്നുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ വളരെ ഇൻ്റലക്ച്വലും സയൻറ്റിഫിക്കുമായിട്ടുള്ള സ്കൂളുകളിൽ നടക്കുന്ന കുട്ടികളുടെ കഴിവുകളെ ഏറ്റവും നന്നായി പ്രകടിപ്പിക്കാൻ കഴിയുന്ന ഒരു അവസരം എന്നുള്ള നിലക്ക് കേരള സ്കൂൾ ശാസ്ത്രമേള വളരെ പ്രധാനപ്പെട്ടത്. അത് നമ്മൾ ജില്ലാതലത്തിൽ നടത്തുമ്പോൾ കെട്ടിലും മട്ടിലും പ്രവർത്തനത്തിലും ഒക്കെ തന്നെ മറ്റേത് ജില്ലയിൽ നടക്കുന്നതിനേക്കാളും മെച്ചപ്പെട്ടതായിരുന്നു എന്ന് പറയാൻ കഴിയുന്ന രീതിയിൽ നമുക്ക് നടത്തണം. പരിമിതികളും കുറവുകളും ഒക്കെ ഉണ്ടെങ്കിലും അതിനെയൊക്കെ മറികടക്കാനുള്ള സംവിധാനങ്ങൾ എടുത്തുകൊണ്ട് തന്നെ നമുക്ക് മുന്നോട്ട് പോകണം. ഇത്രയും കുട്ടികൾ വരുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങളുണ്ട്. അത് മുൻകൂട്ടി കണ്ട് പരിഹരിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഇന്നിപ്പോൾ റിവ്യൂവിന് എനിക്ക് മനസ്സിലായത് അതായത് സബ് കമ്മിറ്റികളൊക്കെ തന്നെ വളരെ കൃത്യമായി ആ കാര്യങ്ങളൊക്കെ അധ്യാപകരാണ് പ്രധാനമായിട്ടും കമ്മിറ്റിയുടെ ആളുകൾ എന്നുള്ളത് കൊണ്ട് തന്നെ ഇതിൽ സംഭവിക്കാൻ സാധ്യതയുള്ളതും അതുമായി ബന്ധപ്പെട്ട മുന്നൊരുക്കങ്ങളൊക്കെ നേരത്തെ പരിചയമുള്ളവരായതുകൊണ്ട് വലിയ പ്രശ്നങ്ങളില്ല. എങ്കിലും ഏതെങ്കിലും തരത്തിൽ അവസാന നിമിഷത്തിൽ എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ അതുകൂടി നമുക്ക് പരിഹരിച്ച് മുന്നോട്ട് പോകണം. നഗരസഭ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി, സ്കൂൾ പ്രിൻസിപ്പൽ വിജയൻ, പ്രധാനാധ്യാപിക ഗീത ഉൾപ്പെടെയുള്ളവർ സംസാരിച്ചു. രാവിലെ 10-ന് MLA മേള ഉദ്ഘാടനം ചെയ്യും. പട്ടാമ്പി ഗവൺമെൻറ് ഹൈസ്കൂൾ, പട്ടാമ്പി ഗവൺമെൻറ് UP സ്കൂൾ എന്നിവിടങ്ങളിലാണ് മേള നടത്തുന്നത്. ഗവൺമെൻറ് ഹൈസ്കൂളിൽ ഗണിതമേളയും പ്രവൃത്തി പരിചയമേളയും, ഗവൺമെൻറ് UP സ്കൂളിൽ സാമൂഹ്യശാസ്ത്രമേളയും IT മേളയും നടക്കും. ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് വികസന സദസ്സ് K. പ്രേംകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്തിന്റെ കഴിഞ്ഞ 5 വർഷക്കാലത്തെ വികസന പ്രവർത്തന രേഖ ആസൂത്രണ സമിതി ചെയർമാൻ MC വാസുദേവന് നൽകി MLA പ്രകാശനം ചെയ്തു. ഏറ്റവും ഉയർന്ന ജീവിതനിലവാരമുള്ള ഒരു വിജ്ഞാനമുള്ള സമൂഹമാക്കി കേരളത്തെ വികസിപ്പിക്കുക എന്നതാണ് നാം ലക്ഷ്യമുള്ളത്. അതിൻ്റെ അടിസ്ഥാന പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. വികസിത രാജ്യങ്ങൾക്ക് തത്തുല്യമായും അതിൽ മെച്ചപ്പെട്ടതുമായ വികസന നാട്ടിൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ന് കയ്യെത്തി പിടിക്കാവുന്ന ദൂരത്തിലാണ്. ശാസ്ത്ര സാങ്കേതിക ആഗോള സമൂഹങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരുന്ന മാറ്റങ്ങൾ. 5 വർഷത്തെ ഗ്രാമപഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങളുടെ വീഡിയോ അവതരണവും വിവിധ ഘടക സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങളുടെ അവതരണവും പൊതുചർച്ചയും നടന്നു. ചടങ്ങിൽ ഗ്രാമപഞ്ചായത്തിനെ അതിദാരിദ്ര്യമുക്ത പഞ്ചായത്തായി MLA പ്രഖ്യാപിച്ചു. മുന്നോട്ട് പോകേണ്ടത് എന്നതിനെ സംബന്ധിച്ചിട്ടുള്ള കൂടുതൽ സജീവമായ ചർച്ചകൾക്ക്, അതിനെ തുടർന്ന് കൂടുതൽ ശക്തമായ തീരുമാനങ്ങൾക്ക്, ആ തീരുമാനങ്ങൾ ഭംഗിയായി നടപ്പിലാക്കപ്പെടുന്ന ഒരു അന്തരീക്ഷത്തിലേക്ക് നയിക്കുക എന്നുള്ളതാണ് നിശ്ചയമായും ഈ വികസന സദസ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇന്ത്യയിൽ കേരളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷത, നമുക്ക് നമ്മുടെ സമൂഹത്തിൽ ജനാധിപത്യപരമായിട്ടുള്ള ഒരു ഉള്ളടക്കം വളരെ ശക്തമായിട്ടുണ്ട് എന്നുള്ളതാണ്. അതിനർത്ഥം പഞ്ചായത്ത് നടത്തുന്ന പ്രവർത്തനങ്ങളെ അനുകൂലിക്കുന്നത് പോലെ തന്നെ വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യവും നമുക്കുണ്ട്. പഞ്ചായത്തിൻ്റെ മാത്രമല്ല, ഏത് തലത്തിലുള്ള പ്രവർത്തനങ്ങളായാൽ, അത് സംസ്ഥാന സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളാകാം, ജനപ്രതിനിധികളുടെ വിവിധ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങളാകാം, നിർഭയമായി നമ്മുടെ സമൂഹത്തിൽ ആ കാര്യങ്ങളെയെല്ലാം ചർച്ചയ്ക്ക് വിധേയമാക്കാൻ കഴിയുന്ന ഒരു അന്തരീക്ഷം നമ്മുടെ സമൂഹത്തിലുണ്ട്. പ്രസിഡന്റ് C. രാജിക അധ്യക്ഷയായി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുനിത ജോസഫ് മുഖ്യാതിഥിയായി പങ്കെടുത്തു. ജില്ലാ പഞ്ചായത്ത് അംഗം K. ശ്രീധരൻ, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് M. സൈദാലി, ബ്ലോക്ക് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ VK രാധിക, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് M. സുകുമാരൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ C. ഹരിദാസൻ, P. അരവിന്ദാക്ഷൻ, സെക്രട്ടറി ഇൻചാർജ് K. ഗിരിജ എന്നിവർ സംസാരിച്ചു. ഇടവേള.
വാർത്തകൾ തുടരുന്നു. ഒറ്റപ്പാലം നിയോജക മണ്ഡലം സമഗ്ര കാർഷിക വികസന പദ്ധതിയായ നാട്ടുപച്ചയുടെ ഭാഗമായി 3 ദിവസങ്ങളിലായി സംഘടിപ്പിക്കുന്ന കാർഷിക മഹോത്സവത്തിന് ഒക്ടോബർ 23 തുടക്കമാകും. കൃഷിവകുപ്പ് മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഒറ്റപ്പാലം അസംബ്ലി മണ്ഡലത്തിലെ കാർഷികാനുബന്ധ മേഖലകളിലെ വികസന പ്രവർത്തനങ്ങൾ ഊർജിതപ്പെടുത്തുന്നതിനായാണ് നാട്ടുപച്ച എന്ന പേരിൽ സമഗ്ര കാർഷിക വികസന പദ്ധതി ആരംഭിച്ചത്. ഈ പദ്ധതിയുടെ ഭാഗമായാണ് ഒക്ടോബർ 23 മുതൽ 25 വരെ കാർഷിക മഹോത്സവം എന്ന പേരിൽ പ്രദർശന വിപണന മേള സംഘടിപ്പിക്കുന്നത്. മേളയിൽ കൃഷി, മൃഗസംരക്ഷണം, ഫിഷറീസ്, ക്ഷീരവികസനം, അനുബന്ധ ഉപജീവന മേഖലകൾ എന്നിവയെ മുൻനിർത്തി സെമിനാറുകൾ, വിവിധ പ്രദർശനങ്ങൾ, കർഷകരെ ആദരിക്കൽ, ഭക്ഷ്യമേള, കലാസാംസ്കാരിക പരിപാടികൾ എന്നിവ 3 ദിവസങ്ങളിലായി ഒറ്റപ്പാലം ലക്ഷ്മി തിയേറ്ററിന് സമീപം പ്രത്യേകം തയ്യാറാക്കിയ പവലിയനിൽ വെച്ച് നടക്കും. 23 വൈകിട്ട് 4 മണിക്ക് കാർഷിക ഘോഷയാത്രയും സാംസ്കാരിക സമ്മേളനവും നടക്കും. 24 രാവിലെ 10 മണിക്ക് കൃഷിമന്ത്രി പി പ്രസാദ് പരിപാടി ഉദ്ഘാടനം ചെയ്യും. 11:30 യുവ കർഷക സംഗമവും 12 മണിക്ക് ക്ഷീരമേഖലയിലെ സംരംഭകത്വ സാധ്യതകൾ എന്ന വിഷയത്തിൽ സെമിനാറും നടക്കും. ഉച്ചയ്ക്ക് 2 മണിക്ക് കാർഷിക മേഖലയും സഹകരണ പ്രസ്ഥാനവും എന്ന വിഷയത്തിൽ സെമിനാർ നടക്കും. ഉച്ചയ്ക്ക് 3:30 കാർഷികോൽപ്പന്നങ്ങളുടെ മൂല്യവർദ്ധനവ് പദ്ധതികളും സേവനങ്ങളും എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിക്കും. വൈകിട്ട് 6 മണിക്ക് കലാ സാംസ്കാരിക സമ്മേളനം അരങ്ങേറും. 25 രാവിലെ 10 മുതൽ വിവിധ വിഷയങ്ങളിൽ സെമിനാർ നടക്കും. വൈകിട്ട് 4 മണിക്ക് നടക്കുന്ന സമാപന സമ്മേളനവും കർഷകരെ ആദരിക്കലും വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി ഉദ്ഘാടനം ചെയ്യും. മണ്ഡലത്തിൽ എല്ലാ തദ്ദേശഭരണ സ്ഥാപനങ്ങളിലും കാർഷിക ഗ്രാമസഭകൾ നടത്തി തുടർന്നാണ് കാർഷിക മഹോത്സവത്തിലേക്ക് പോകുന്നത്. ഓരോ പഞ്ചായത്തും അവരുടെ മികവുകളും കഴിവുകളും പരിമിതികളും കൃത്യമായി അടയാളപ്പെടുത്തുന്ന അവരുടെ തദ്ദേശഭരണ സ്ഥാപനത്തിൻ്റെ ഒരു പദ്ധതി രേഖ, മാർഗരേഖ, കാർഷിക രേഖ അവതരിപ്പിക്കാനുള്ള അവസരവും ഇതിൻ്റെ ഭാഗമായി 25-ാം തീയതി സമാപന ദിവസം 3 മണിക്ക് നൽകിയിട്ടുണ്ട്. അതെല്ലാം ചേർത്ത് മണ്ഡലത്തിൻ്റെ സമഗ്രമായിട്ടുള്ള ഒരു കാർഷിക പദ്ധതി നമ്മൾ ഭാവിയിൽ അതിന് തുടക്കം കുറിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. തുടക്കം കുറിക്കുക എന്ന് പറയുമ്പോൾ ചിലരെങ്കിലും കരുതുന്നുണ്ടാകും ഇനിയൊന്നും തുടങ്ങിയിട്ടില്ല എന്ന്. ഒട്ടേറെ പ്രവർത്തനങ്ങൾ നമുക്ക് ആരംഭിക്കാനും മുന്നോട്ട് പോകാനും കഴിഞ്ഞിട്ടുണ്ട്. കേരള ഗവൺമെൻറ് നവകേരള സദസ്സ് നടത്തിയപ്പോൾ മണ്ഡലത്തിലെ 7 കോടി രൂപ അനുവദിച്ച സന്ദർഭത്തിൽ 2 പ്രവൃത്തികളും കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട പ്രവൃത്തികളാണ്. ഒന്ന് മുണ്ടൂർശിക്കടവ് തടയണയാണ്, മറ്റൊന്ന് പനയൂർക്കാവ് ചെക്ക് ഡാമാണ്. 4,36 ലക്ഷം രൂപയാണ് മുണ്ടൂർശിക്കടവ് തടയണയ്ക്ക് വേണ്ടി നമ്മൾ മാറ്റിവെച്ചത്. ഏതാണ്ട് 200 മുതൽ 300 വരെ ഏക്കർ സ്ഥലത്ത് ജലസേചന സൗകര്യം ലഭ്യമാവുകയും കൃഷി ഇറക്കാനാവുകയും ചെയ്യുന്ന കരിമ്പുഴ, ശ്രീകൃഷ്ണപുരം പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന ഒന്നാണ് മുണ്ടൂർശിക്കടവ് തടയണം. പനയൂർക്കാവ് ചെക്ക് ഡാം യാഥാർത്ഥ്യമാകുന്നതോടുകൂടി കൃഷി മാത്രമല്ല ടൂറിസം രംഗത്തെ വിപുലമായ സാധ്യതകൾ കൂടി അവിടെ പ്രയോഗത്തിൽ വരുത്താൻ നമുക്ക് കഴിയും എന്നുള്ളതാണ് അഭിമാനകരമായിട്ടുള്ള പ്രതീക്ഷാനിർഭരമായിട്ടുള്ള നേട്ടമായിട്ട് കാണാനാകുന്നത്. ഒറ്റപ്പാലത്ത് വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ കെ പ്രേംകുമാർ MLA, നഗരസഭാ ചെയർപേഴ്സൺ കെ ജാനകി ദേവി, ഷൊർണൂർ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടറും പ്രോഗ്രാം കൺവീനറുമായ ജെ അമല തുടങ്ങിയവർ പങ്കെടുത്തു. ശബരിമല സ്വർണ്ണപ്പാളി കൊള്ളയടിക്കപ്പെട്ട സംഭവത്തിൽ പ്രതിഷേധിച്ച് BJPയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. മണ്ണാർക്കാട് മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധ പ്രകടനം. സ്വർണ്ണപ്പാളി വിവാദത്തിൽ പിണറായി സർക്കാർ രാജിവെക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു പ്രകടനം. മണ്ണാർക്കാട് ടൗണിൽ നിന്ന് ആരംഭിച്ച പ്രകടനം കോടതിപ്പടിയിൽ സമാപിച്ചു. BJP മണ്ണാർക്കാട് മണ്ഡലം പ്രസിഡന്റ് ബിജു നെല്ലമ്പാരി പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു. എല്ലാ പഞ്ചായത്ത് തലങ്ങളിലും നടക്കുന്ന പ്രതിഷേധ പരിപാടിയാണ് ഇന്ന് മണ്ണാർക്കാട് നടന്നത്. നമുക്കറിയാം, ഇന്ന് വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു കാര്യം, ഒരു തട്ടിപ്പ്, ഒരു കള്ളക്കഥ ഇന്ന് നാട്ടിൽ സുലഭമായി എല്ലാ ചാനലുകളിലും വളരെ വിശദമായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ആ കള്ളക്കഥ? 2019 നമ്മുടെ കേരളത്തിലെ പ്രശസ്തമായിട്ടുള്ള, കേരളത്തിൽ നിന്ന് മാത്രം പറയാൻ പറ്റില്ല, ഇന്ത്യയിലെ തന്നെ പ്രശസ്തമായിട്ടുള്ള ഒരു ക്ഷേത്രം, ശബരിമല ക്ഷേത്രത്തിൻ്റെ ദ്വാരപാലക ശില്പങ്ങൾ തമിഴ്നാടും അതുപോലെ തന്നെ കർണാടകയും കൊണ്ടുപോയി അതിലെ 3-3.5 കിലോ വരുന്ന സ്വർണ്ണപ്പാളികൾ തട്ടിയെടുത്ത ഒരു കഥ. BJP മുനിസിപ്പൽ കമ്മിറ്റി പ്രസിഡന്റ് കെ രമേശ് അധ്യക്ഷത വഹിച്ചു.
BJP വെസ്റ്റ് ജില്ലാ വൈസ് പ്രസിഡന്റ് NR രജിത, മണ്ഡലം ജനറൽ സെക്രട്ടറി രാജു പുഴയ്ക്കൽ, വൈസ് പ്രസിഡന്റുമാരായ B അമുത, TM സുധ, യുവമോർച്ച ജില്ലാ സെക്രട്ടറി M തൃശ്യക്, യുവമോർച്ച മണ്ഡലം പ്രസിഡന്റ് K അനിൽ, മുനിസിപ്പൽ കമ്മിറ്റി ജനറൽ സെക്രട്ടറി M മോഹനകൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു. ഓങ്ങല്ലൂർ കടപ്പുറമ്പത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിൽ പുതിയ വഴിപാട് കൗണ്ടർ ഓഫീസ് കെട്ടിടം ഉദ്ഘാടനം ബുധനാഴ്ച നടക്കും. ക്ഷേത്ര മൈതാനത്തിന് നടുവിലെ റോഡ് പുനരുദ്ധാരണ പ്രവൃത്തിയുടെ ഉദ്ഘാടനവും MLA നിർവഹിക്കുമെന്ന് പുനരുദ്ധാരണ കമ്മിറ്റി ഭാരവാഹികൾ പട്ടാമ്പിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മലബാർ ദേവസ്വം ബോർഡിന് കീഴിലുള്ളതാണ് ഓങ്ങല്ലൂർ കടപ്പുറമ്പത്തുകാവ് ക്ഷേത്രം. മുഹമ്മദ് മുഹസിൻ MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച 71,10,000 രൂപ വിനിയോഗിച്ചാണ് വഴിപാട് കൗണ്ടറിന്റെയും റോഡ് നവീകരണത്തിന്റെയും നിർമ്മാണത്തിന് തുടക്കമാവുന്നത്. ബുധനാഴ്ച രാവിലെ 9:30 നടക്കുന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രതി ഗോപാലകൃഷ്ണൻ അധ്യക്ഷയാകും. ഓപ്പൺ സ്റ്റേജ് ഓഫീസ് എന്നിവ വിപുലമായ രീതിയിലാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. കെല്ലിനാണ് നിർമ്മാണ ചുമതല. ചടങ്ങിൽ ദേവസ്വം ഭാരവാഹികൾ, ജനപ്രതിനിധികൾ എന്നിവർ പങ്കെടുക്കുമെന്ന് പുനരുദ്ധാരണ കമ്മിറ്റി പ്രസിഡന്റ് MP വിജയകുമാർ, സെക്രട്ടറി R സന്തോഷ്, ജോയിന്റ് സെക്രട്ടറി M രവീന്ദ്രൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മുഹമ്മദ് മോഹസിൻ അദ്ദേഹത്തിന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 71,10,000 രൂപ അവിടുത്തെ പുനരുദ്ധാരണ പ്രവർത്തനത്തിൽ ഓഫീസ് കെട്ടിടം, വഴിപാട് കൗണ്ടർ, അതുപോലെ തന്നെ നമ്മുടെ ക്ഷേത്ര പറമ്പിൻ്റെ നടുവിൽ കൂടി പോകുന്ന റോഡ്, ഇതെല്ലാം കൂടിയിട്ടാണ് 70 ലക്ഷം രൂപ നമുക്ക് എനിക്ക് വഹിച്ചിട്ടുണ്ട്. ഇങ്ങനൊരു ആവശ്യം നമ്മുടെ MLA അടുത്ത് പറഞ്ഞപ്പോൾ ഞങ്ങൾ ഇത്ര ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞപ്പോൾ ചെറിയൊരു എമൗണ്ടാണ് ആദ്യം പ്രതീക്ഷിച്ചിരുന്നത്. അപ്പോൾ അദ്ദേഹം ഞാനവിടെ സ്ഥലം വന്ന് നോക്കട്ടെ, എന്നതിന് ശേഷം നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഉദ്ദേശിച്ചതിലും വളരെ ഭംഗിയായി വളരെ ഒന്നുകൂടി വലുപ്പത്തിലാക്കിക്കൊണ്ട് ബിൽഡിങ്ങും കാര്യങ്ങളെല്ലാം വലുപ്പത്തിലാക്കിക്കൊണ്ട് കാരണം അമ്പലത്തിലോട്ട് അത്രയും കൂടി ഒന്നുകൂടി നന്നായി വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് 71 ലക്ഷം ആക്കിക്കൊണ്ട് അദ്ദേഹം കാണിക്കുന്നുണ്ടായി. ഞങ്ങൾ പറഞ്ഞ അവസരം തന്നെ അതിൽ എല്ലാവിധ സഹായങ്ങളും ചെയ്തു തരുകയാണ്. അപ്പോൾ ഇങ്ങനൊരു നമ്മളൊരു ക്ഷേത്രത്തിന് വേണ്ടി ഇത്രയും നല്ലൊരു എമൗണ്ട് മാറ്റിവെച്ച് നമ്മുടെ ബഹുമാനപ്പെട്ട MLAയ്ക്കും അതുപോലെ തന്നെ നമ്മുടെ LDA കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പട്ടാമ്പി യൂണിറ്റ് ജനറൽ ബോഡി യോഗവും പോലീസ് സേനയ്ക്കുള്ള ആദരവും പുതിയ കോൺഫറൻസ് ഹാളിന്റെ പ്രവർത്തനോദ്ഘാടനവും 23 വ്യാഴാഴ്ച രാവിലെ 10:30 വ്യാപാരി ഫൗണ്ടേഷനിൽ വെച്ച് നടക്കും. സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര പരിപാടി ഉദ്ഘാടനം ചെയ്യും. ജില്ലാ പ്രസിഡന്റ് ബാബു കോട്ടയിൽ, ഷൊർണൂർ DYSP മനോജ് കുമാർ, പട്ടാമ്പി സർക്കിൾ ഇൻസ്പെക്ടർ S അൻഷാദ് തുടങ്ങി പോലീസ് സേനയിലെ പ്രമുഖ വ്യക്തിത്വങ്ങൾ പങ്കെടുക്കുമെന്ന് യൂണിറ്റ് പ്രസിഡന്റ് ഗിരീഷ് പട്ടാമ്പി, സന്തോഷ് ക്രിയേഷൻ, അബുലൈസ്, സിദ്ദിഖ് പത്രാസ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പട്ടാമ്പി യൂണിറ്റിന്റെ ജനറൽ ബോഡി യോഗം കൂടിയാണ് നടക്കുന്നത്. അതുകൊണ്ട് പട്ടാമ്പിയിലെ എല്ലാ വ്യാപാരി സുഹൃത്തുക്കളെയും സഹോദരങ്ങളെയും പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യണം. മാത്രമല്ല നേരത്തെ സൂചിപ്പിച്ച ഈ പോലീസ് സേനയ്ക്കുള്ള ആദരവിന് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാരണം നേരത്തെ സൂചിപ്പിച്ചത് തന്നെയാണ്. നമ്മൾ ഒരു കളവ് നടന്ന് എത്രയും പെട്ടെന്ന് വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ അത് പിടിക്കപ്പെടേണ്ട പ്രതികൾ എല്ലാവരും പിടിക്കപ്പെട്ടു. മാത്രമല്ല അതിന്റെ തൊണ്ടിമുതലടക്കമുള്ള കാര്യങ്ങൾ തിരിച്ച് പിടിക്കാനും ആ പോലീസ് സേനയ്ക്ക് കഴിഞ്ഞു. അതുതന്നെയാണ് ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് ഈ ഒരു സ്വീകരണം എന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്യാനുള്ള. ഔദ്യോഗിക തിരക്കിനിടയിലും കൃഷിയോടുള്ള സ്നേഹം കൈവിടാതെ ഒറ്റപ്പാലം താലൂക്ക് ഓഫീസിലെ ജീവനക്കാർ ഓഫീസ് പരിസരം മനോഹരമാക്കുന്നതിന്റെ ഭാഗമായി ജീവനക്കാർ ചേർന്ന് തുടങ്ങിയ ചെണ്ടുമല്ലി കൃഷി വിളവെടുപ്പിന് ഭാഗമായി ഇപ്പോൾ താലൂക്ക് ഓഫീസ് പരിസരം മുഴുവൻ ഓറഞ്ച്, മഞ്ഞ നിറങ്ങളിലുള്ള ചെണ്ടുമല്ലി പൂക്കളുടെ വസന്തം നിറഞ്ഞു നിൽക്കുകയാണ്. മുമ്പുണ്ടായിരുന്ന സബ് കളക്ടർ ഡോക്ടർ മിഥുൻ പ്രേംരാജിന്റെ ആശയമാണ് ഈ വർണ്ണാഭമായ പൂക്കൃഷിക്ക് പിന്നിൽ. 8 സെന്റ് സ്ഥലത്താണ് ഓഫീസ് കൂട്ടായ്മ പൂവിപ്ലവം തീർത്തത്. ഓണത്തിന് തൊട്ടുമുമ്പ് ആരംഭിച്ച കൃഷിക്ക് കൃത്യമായ പരിചരണത്തിലൂടെ ജീവനക്കാർ തന്നെ നേതൃത്വം നൽകി. ഓരോ ജീവനക്കാരനും തങ്ങളുടെ ഡ്യൂട്ടിക്ക് പുറമെ ചെടികൾക്ക് വെള്ളമൊഴിച്ചും കളകൾ പറിച്ചുമാണ് ഈ നേട്ടം കൈവരിച്ചത്. ഓഫീസ് പരിസരത്തിന് സൗന്ദര്യവും ഊർജ്ജസ്വലതയും നൽകുന്ന ഈ വിജയം അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാനുള്ള പ്രചോദനമാണ് ജീവനക്കാർക്ക് നൽകുന്നത്. ചെണ്ടുമല്ലിക്ക് പിന്നാലെ വിവിധ ഇനം പച്ചക്കറികളും മറ്റ് അലങ്കാര പൂക്കളും കൃഷി ചെയ്യാനാണ് ഇവരുടെ തീരുമാനം. ഓഫീസിന്റെ പരിസരം ഒരു മനോഹരമാക്കുക എന്നുള്ളൊരു ബ്യൂട്ടിഫിക്കേഷൻ ഭാഗമായിട്ട് നമ്മുടെ താലൂക്ക് സ്റ്റാഫ് കൗൺസിലുമായി ചർച്ച ചെയ്യുകയും ഞങ്ങൾ സ്റ്റാഫ് കൗൺസിൽ ജീവനക്കാരെല്ലാവരും കൂടി തീരുമാനിച്ച് അവിടെ ഒരു പൂന്തോട്ടം നിർമ്മിക്കാൻ തീരുമാനിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പൂക്കൃഷി ചെയ്യുകയും ഇപ്പോൾ വിളവെടുപ്പിന് ഭാഗമായിട്ട് തയ്യാറായിട്ടുണ്ട്. ഇനി അടുത്ത് തന്നെ ഇതിൻ്റെ വിളവെടുപ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത് അവിടെ ഒരു വെജിറ്റബിൾ കൃഷി ചെയ്യുക എന്നതാണ് ഉദ്ദേശിക്കുന്നത്.
താലൂക്ക് ഓഫീസിലെ ഈ സൗന്ദര്യവൽക്കരണ യജ്ഞം മറ്റുള്ള സർക്കാർ സ്ഥാപനങ്ങൾക്കും മാതൃകയാവുകയാണ്. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് 7-ാം വാർഡ് കുളക്കാട്ടുകുരിശിയിൽ വയോജനങ്ങൾക്കായി സ്നേഹസംഗമം സംഘടിപ്പിച്ചു. പരിപാടിയുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി രാജിക നിർവഹിച്ചു. വയോജന യാത്ര, വയോജന കട്ടില്, അങ്ങനെയുള്ള ഇതിന്റെ കൂടെയാണ് നമ്മൾ ഇപ്പോൾ 2-3 വർഷമായിട്ട് നമ്മളുടെ സംഗമങ്ങളും വിനോദയാത്രകളും സംഘടിപ്പിച്ചിട്ടുള്ളത്. നമുക്കറിയാം, നമ്മുടെ വീട്ടില് ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. കാരണം മക്കളെല്ലാം വിദേശത്താണ്, നമ്മൾ അച്ഛനും അമ്മയും ഒറ്റപ്പെട്ട് നിൽക്കുന്ന അവിടെ നിന്ന് നമുക്ക് ഇപ്പോൾ വയോജനങ്ങൾ അയൽക്കൂട്ടങ്ങളുണ്ട്, പിന്നെ വയോജന കൂട്ടായ്മകൾ ഒരുപാടുണ്ട്. എന്നാൽ പോലും നമുക്ക് ഒരു ദിവസമെങ്കിലും നമ്മളുടെ വാർഡിലെ എല്ലാവരെയും ഒത്തൊരുമിച്ചുകൊണ്ട്, കാരണം ഇതൊരു പഞ്ചായത്ത് തന്നെയാണ് സംഘടിപ്പിക്കുന്നതെങ്കിൽ ഇവിടുത്തെ ഒരു 10% 20% മാത്രമേ ഗ്രാമപഞ്ചായത്തിൽ പങ്കെടുക്കൂ. അതൊന്ന് മാറ്റിക്കൊണ്ടാണ് നമ്മൾ എല്ലാ വാർഡ് തലങ്ങളിലും 14 വാർഡുകളിലും ഏറ്റവും കൂടുതൽ അംഗങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് അവർക്കൊരു ദിവസം സന്തോഷവും നല്ല പോസിറ്റീവ് എനർജിയൊക്കെ നൽകുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സംഗമം നമ്മൾ നടത്തുന്നത്. വാർഡ് മെമ്പർ ലീല അധ്യക്ഷയായി. പ്രഥമ ആയുഷ് കായകൽപ്പ് അവാർഡ് നേടിയ ശ്രീകൃഷ്ണപുരം ആയുർവേദ ആശുപത്രിയിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അനിജയെയും സഹജീവനക്കാരെയും കേരള PSC നിയമനം ലഭിച്ച സ്നേഹയെയും സ്നേഹോപഹാരം നൽകി ആദരിച്ചു. പഞ്ചായത്ത് അംഗം കെ കോയ, ഡോക്ടർ അനിജ, എം അരുൺ, ഷീബ, MC വാസുദേവൻ, ടി നീലകണ്ഠൻ, രാജൻ കല്ലമ്പറമ്പിൽ, സാവിത്രി, ഷീജ, വിജയലക്ഷ്മി, ഭാഗ്യലക്ഷ്മി, സ്നേഹ എന്നിവർ സംസാരിച്ചു. വാർദ്ധക്യം എങ്ങനെ സന്തോഷകരമാക്കാമെന്ന വിഷയത്തെ സംബന്ധിച്ച് ഹരിദാസൻ കൂട്ടപ്ലാക്കിൽ, രാധ എന്നിവർ ചേർന്ന് സെമിനാർ അവതരിപ്പിച്ചു. വാർഡിലെ മുതിർന്ന വയോജനങ്ങളെ ഉപഹാരം നൽകി ആദരിച്ചു. തുടർന്ന് വയോജനങ്ങളുടെ കലാപരിപാടികൾ നടന്നു. ഒരു ചെറിയ ഇടവേള കൂടി. വാർത്തകൾ തുടരുന്നു. വാണിജ്യ വാർത്തകൾ നോക്കാം. ആതുര സേവന രംഗത്ത് മൾട്ടി സ്പെഷ്യാലിറ്റി സൗകര്യങ്ങളോടെ റീജനിക്സ് സേവന ഹോസ്പിറ്റൽ ആൻഡ് ലബോറട്ടറി എടത്തനാടുകര വട്ടമണ്ണപ്പുറത്ത് പ്രവർത്തനം ആരംഭിച്ചു. എൻ ഷംസുദ്ദീൻ MLA സംരംഭം ഉദ്ഘാടനം ചെയ്തു. 24 മണിക്കൂറും ജനറൽ ഡോക്ടറുടെ സേവന ഹോസ്പിറ്റലിൽ ലഭ്യമാകും. ആതുര സേവന രംഗത്തെ അതിനൂതന സൗകര്യങ്ങളോടെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ആതുരാലയ സൗകര്യം എടത്തനാട്ടുകര വട്ടമണ്ണപ്പുറത്തും ലഭ്യമാകും. വട്ടമണ്ണപ്പുറം സെന്ററിൽ പ്രവർത്തനമാരംഭിച്ച റിജനിക്സ് സേവന ഹോസ്പിറ്റൽ എൻ ഷംസുദ്ദീൻ MLA ഉദ്ഘാടനം ചെയ്തു. ലബോറട്ടറി യൂണിറ്റ് അലനല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PP സജന സത്താർ ഉദ്ഘാടനം ചെയ്തു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി എടത്തനാട്ടുകര യൂണിറ്റ് പ്രസിഡന്റ് AP മാനു തുടങ്ങി സാമൂഹ്യ സാംസ്കാരിക മേഖലകളിലെ പ്രമുഖർ ഉദ്ഘാടന ചടങ്ങിൽ സന്നിഹിതരായി. ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഉദ്ഘാടനത്തോടനുബന്ധിച്ച് എടത്തനാട്ടുകര പാലിയേറ്റീവ് കെയർ ക്ലിനിക്കിലേക്ക് സ്ഥാപനം വീൽചെയർ നൽകി.
ആഴ്ചയിൽ 7 ദിവസവും 24 മണിക്കൂറും ജനറൽ ഡോക്ടർ ഷമി മുഹമ്മദ് കുട്ടിയുടെ സേവനം ഇവിടെ ലഭ്യമാകും. പ്രമേഹം ജീവിതശൈലി രോഗവിഭാഗത്തിൽ എല്ലാ ദിവസവും വൈകുന്നേരം 4:30 മുതൽ ഡോക്ടർ ഉമറുൽ ഫാറൂഖിന്റെ സേവനവും, അസ്ഥി വാതരോഗ വിഭാഗത്തിൽ എല്ലാ വെള്ളിയാഴ്ചകളിലും വൈകുന്നേരം 3:30 മുതൽ 4:30 വരെ ഡോക്ടർ വി അബ്ദുൾ സമദിന്റെ സേവനവും ലഭ്യമാണ്. എല്ലാ വ്യാഴാഴ്ചകളിലും രാവിലെ 10:30 മുതൽ 11:30 വരെ ചർമ്മരോഗ വിഭാഗത്തിൽ ഡോക്ടർ പി മുഹമ്മദ് അനസിന്റെ സേവനവും, ENT വിഭാഗത്തിൽ എല്ലാ വെള്ളിയാഴ്ചയും വൈകുന്നേരം 4:30 മുതൽ 5:30 വരെ ഡോക്ടർ ബേബി സസ്നയുടെ സേവനവും ഉണ്ടായിരിക്കുന്നതാണ്. MBS മെഡിക്കൽ കോളേജിലെ ജനറൽ സർജൻമാരായ ഡോക്ടർ കെ ലവിത്ത്, ഡോക്ടർ ഗൗതം എന്നിവരുടെ നേതൃത്വത്തിലുള്ള ജനറൽ സർജറി വിഭാഗം എല്ലാ വ്യാഴാഴ്ചകളിലും 5:30 മുതൽ ഉണ്ടാകും. ഫാർമസിയും നഴ്സിംഗ് ആൻഡ് ഹോം കെയർ സൗകര്യവും ECGയും നെബുലൈസേഷനും ഉണ്ട്. മൈനർ പ്രൊസീജിയർ റൂം സൗകര്യം കൂടാതെ കിടത്തി ചികിത്സയ്ക്കുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. ആധുനിക സംവിധാനങ്ങളോടെയുള്ള ലബോറട്ടറിയും സ്ഥാപനം ഒരുക്കിയിട്ടുണ്ട്. വീടുകളിൽ വന്ന് സാമ്പിൾ ശേഖരിക്കാനുള്ള സൗകര്യവും ലഭ്യമാണ്. രാവിലെ 6:30 മുതൽ രാത്രി 10 മണി വരെയാണ് ലബോറട്ടറി സേവനം ഉണ്ടാവുക. സ്വച്ഛശാന്തമായ അന്തരീക്ഷത്തിൽ പരിചയസമ്പന്നരായവരുടെ പരിചരണം റെജിനെക്സ് സേവന ഹോസ്പിറ്റലിൽ ഒരുക്കിയിരിക്കുന്നു. ചെർപ്പശ്ശേരി അർബൻ ബാങ്കിന്റെ ടൗൺ ശാഖ പുതിയ കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചു. പി മമ്മിക്കുട്ടി MLA ഉദ്ഘാടനം നിർവഹിച്ചു. ചെർപ്പശ്ശേരിയിലെ ഡോക്ടർ ശാന്തകുമാർ ക്ലിനിക്കിന്റെ അടുത്തുള്ള GK ബിൽഡിംഗിലാണ് ചെർപ്പശ്ശേരി അർബൻ ബാങ്കിന്റെ ടൗൺ ശാഖ മാറി പ്രവർത്തനം ആരംഭിച്ചത്. തിങ്കളാഴ്ച വൈകിട്ട് നടന്ന ചടങ്ങിൽ പി മമ്മിക്കുട്ടി MLA ഉദ്ഘാടനം നിർവഹിച്ചു. ഈ സഹകരണ പ്രസ്ഥാനത്തിന് ആർജിക്കാൻ കഴിഞ്ഞ വിശ്വാസത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്രയും അധികം ജനങ്ങൾ ഇതിനെ അവലംബിക്കുന്നത്. ജനങ്ങളുടെ ആവശ്യങ്ങൾ അത്യാവശ്യം വന്നാൽ, എന്തെങ്കിലും കാര്യം വന്നാൽ ഓടിച്ചെല്ലാൻ സർവീസ് സഹകരണ ബാങ്കുകളുണ്ട്, അർബൻ ബാങ്കുകളുണ്ട്, മറ്റ് സംവിധാനങ്ങളുണ്ട് എന്നുള്ള ആത്മവിശ്വാസത്തിലാണ് കേരളത്തിലെ 3.5 കോടി മലയാളികൾ ഇവിടെ അധിവസിച്ചു പോകുന്നതെന്നർത്ഥം. ആ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് കയറി പോകുമ്പോൾ അതിൽ അസൂയാലുക്കളായിട്ടുള്ള നമ്മുടെ ഒരു വിഭാഗം ആളുകൾ, കോർപ്പറേറ്റ് വൽക്കരണവുമായി ബന്ധപ്പെട്ട് താല്പര്യമെടുക്കുന്നവർ, ഈ സഹകരണ മേഖലയിലെ നിക്ഷേപം ചോർത്തിക്കൊണ്ടുപോയി മറ്റ് മേഖലയിലേക്ക് കടത്തിക്കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള ദുഷ്പ്രചാരവേലകൾ നടത്തുന്നു, നിയമനിർമ്മാണങ്ങൾ കൊണ്ടുവരുന്നു. ആ നിലയിൽ സഹകരണ പ്രസ്ഥാനത്തെയും മേഖലയും ദുർബലപ്പെടുത്താനും തകർക്കാനുമുള്ള ശ്രമങ്ങൾ വരുമ്പോൾ അതിനെല്ലാം തന്നെ അതിജീവിച്ചുകൊണ്ട് കരുത്തോടുകൂടി ജനങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഈ പ്രസ്ഥാനം അതിൻ്റെ ചൈത്രയാത്ര നടത്തുക തന്നെയാണ്. ബാങ്ക് ചെയർമാൻ അഡ്വക്കേറ്റ് M മോഹനൻ അധ്യക്ഷനായി. മാനേജിംഗ് ഡയറക്ടർ ജോസ് K പീറ്റർ, ബാങ്ക് വൈസ് ചെയർമാൻ M മനോഹരൻ, നഗരസഭാ ചെയർമാൻ P രാമചന്ദ്രൻ, കൗൺസിലർ ഏറത്ത് വീരാൻ, സഹകരണ ആശുപത്രി ചെയർമാൻ KB സുഭാഷ്, CPM ഏരിയ സെക്രട്ടറി K നന്ദകുമാർ, സർവീസ് ബാങ്ക് പ്രസിഡന്റ് P ഷാജി, VP ഷമീജ്, ബാങ്ക് മുൻ ചെയർമാൻ K ബാലകൃഷ്ണൻ, ഡയറക്ടർമാരായ P ഷാബു, P ധനേഷ്, K സുധാകരൻ, നസീമ, C സുദീപ് കുമാർ, ഇന്ദിര, K സുരേഷ്, മധുസൂദനൻ, CV മുരളീധരൻ, ഹിമാസായ്, അനന്തു, ജനറൽ മാനേജർ VC ഉണ്ണികൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു. ആധുനിക സൗകര്യങ്ങളോടെയാണ് ടൗൺ ബ്രാഞ്ച് പുതിയ കെട്ടിടത്തിൽ മാറി പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. സംഗീത അധ്യാപക രഞ്ജിത G വിനീതിന്റെ പ്രാർത്ഥനയോടെയാണ് ഉദ്ഘാടന സമ്മേളനം തുടങ്ങിയത്. തെരുവ് മാന്ത്രികൻ ഷംസുദ്ദീൻ ചെർപ്പശ്ശേരിയുടെ മാജിക് ഷോയും ഉണ്ടായി. ചെർപ്പശ്ശേരി കാൽമണ്ണ കാളിക്കടവ് മഹാകാളി ക്ഷേത്രത്തിൽ ചൊവ്വാഴ്ച തുലാമാസ വാവ് ബലിതർപ്പണം നടന്നു. നിരവധി പേരാണ് ബലിതർപ്പണത്തിന് ക്ഷേത്രത്തിൽ എത്തിയത്.
തുലാമാസ വാവുബലി തർപ്പണം നടക്കുന്ന പ്രധാന ക്ഷേത്രങ്ങളിലൊന്നാണ് കാർൽമണ്ണ കാളിക്കടവ് മഹാകാളി ക്ഷേത്രം. പിതൃമോക്ഷം തേടി 500ഓളം പേരാണ് ഇവിടെ ചൊവ്വാഴ്ച ബലിതർപ്പണത്തിന് എത്തിയത്. പുലർച്ചെ 5 മുതൽ ചടങ്ങുകൾ തുടങ്ങി. കാഞ്ഞിരക്കുറ്റി മണികണ്ഠൻ, ഇല്ലിക്കൽ ചന്ദ്രൻ, മനോജ് നീലത്തെ എന്നിവർ ബലിതർപ്പണ ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചു. പിതൃമോക്ഷത്തിനു വേണ്ടി നെയ്വിളക്ക് വെച്ചുള്ള പ്രാർത്ഥനയുമുണ്ടായി. തന്ത്രി മുണ്ടേടത്ത് കൃഷ്ണൻ ഭട്ടതിരിപ്പാടിന്റെ കാർമ്മികത്വത്തിൽ ക്ഷേത്രത്തിലും ഗുഹാക്ഷേത്രത്തിലും വിശേഷാൽ പൂജകളും നടന്നു. കിരൺ മേൽശാന്തിയുടെ കാർമ്മികത്വത്തിൽ തിലഹോമവുമുണ്ടായി. ഭക്തർക്ക് ക്ഷേത്രം കമ്മിറ്റിയുടെ വക ലഘുഭക്ഷണവും ഒരുക്കിയിരുന്നു. പുഴയിൽ ശക്തമായ ഒഴുക്കുള്ള സാഹചര്യത്തിൽ പോലീസിന്റെയും മറ്റ് അധികാരികളുടെയും നേതൃത്വത്തിൽ ആവശ്യമായ സുരക്ഷാ ക്രമീകരണങ്ങളും ചെയ്തിരുന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സംസ്ഥാനത്ത് ബുധനാഴ്ച അതിതീവ്ര മഴ മുന്നറിയിപ്പ്. പാലക്കാട്, മലപ്പുറം, ഇടുക്കി ജില്ലകളിൽ റെഡ് അലർട്ട്. വിദ്യാലയങ്ങൾക്ക് അവധി നൽകി ജില്ലാ കളക്ടർമാർ. മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യത. മണ്ണാർക്കാട് നഗരസഭയിലെ 3-ാം വാർഡ് ചോമേരിയിൽ CPM വ്യാപകമായ കള്ളവോട്ട് ചേർത്തെന്ന പരാതിയുമായി UDF. വാർഡിൽ താമസക്കാരല്ലാത്ത 62 പേരെ വോട്ടർ പട്ടികയിൽ ചേർത്തു. ഇതിൽ 13 പേർക്ക് ഇലക്ഷൻ കമ്മീഷൻ നിർദ്ദേശിക്കുന്ന മതിയായ രേഖകൾ ഇല്ലെന്നും പരാതി. വ്യാപകമായ ക്രമക്കേടാണ് CPM നടത്തിയിരിക്കുന്നതെന്ന് നഗരസഭാ ചെയർമാൻ. ശ്രീകൃഷ്ണപുരം മണ്ണമ്പറ്റയിൽ ക്ഷേത്രക്കുളത്തിൽ യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. 22-കാരനായ ദീപക്കാണ് മരിച്ചത്. ആത്മഹത്യയെന്ന് പ്രാഥമിക നിഗമനം. ചെർപ്പുളശ്ശേരിയിൽ നഗര നവീകരണ പ്രവൃത്തികൾ അവസാന ഘട്ടത്തിൽ. ലൈറ്റുകൾ സ്ഥാപിക്കുന്ന പ്രവൃത്തികൾ പൂർത്തിയായി. ബസ് വെയിറ്റിംഗ് ഷെഡുകളുടെ നിർമ്മാണം കൂടി പൂർത്തിയായാൽ ഉദ്ഘാടനം നടത്തുമെന്ന് P. മമ്മിക്കുട്ടി MLA. മണ്ണാർക്കാട് യൂണിവേഴ്സൽ കോളേജ് കോമ്പൗണ്ടിൽ നിന്നും വീടുകളിലേക്ക് വെള്ളം ഒഴുകിയെത്തുന്ന സംഭവം. 7 ദിവസത്തിനകം നടപടി ഉണ്ടായില്ലെങ്കിൽ കോളേജിനെതിരെ പ്രോസിക്യൂഷൻ നടപടികൾ ആരംഭിക്കാൻ കൗൺസിൽ തീരുമാനം. ബസ് സ്റ്റാൻഡിലെ അപകടാവസ്ഥയിലായ കെട്ടിടം പൊളിച്ചു നീക്കാനും തീരുമാനിച്ചു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.